ഞാൻ 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങൾ ഹിന്ദുക്കളുടെ 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ 50 സെക്കൻഡിൽ പറയുകയാണ്. 5000ഓളമായി നിലനിൽക്കുന്ന നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ പ്രശ്നം ഒരു 50 സെക്കൻഡിലേക്ക് ചുരുക്കി പറയാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. ചേട്ടന് എത്ര ടൈം വേണമെങ്കിലും എടുക്കാം, 30 സെക്കൻഡ് 50 സെക്കൻഡ് ലിമിറ്റ് ഇവിടെ അല്ല. ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞാലേ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഒരു പക്ഷേ ഗ്രാബ് ചെയ്തോന്നുന്നില്ല. വളരെ ക്യാപ്സൂൾ രൂപത്തിൽ ക്രിസ്പായി പറയുമ്പോൾ അവർക്ക് കൂടുതൽ ചിന്തിക്കാൻ കിട്ടും. നമ്മൾ അതിന്റെ പോയിന്റേഴ്സ് കൊടുത്താൽ അവർ ചിന്തിച്ചോളൂ. 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ ഈ 50 സെക്കൻഡിൽ പറയാം. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഈ സത്സംഗം, കൂടിച്ചേരൽ, കമ്മിങ് ടുഗദർ, യോജിപ്പ് ഹിന്ദുക്കളുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അപ്പുറത്തൊരു ശത്രു വേണം, അപ്പുറത്ത് ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയണം. വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, പുലേനെ, പറയനെ, നമ്പൂതിരിയെ, ധീവരനെ, വെള്ളാളനെ, വ്യത്യസ്ത ജാതികളുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ഇവരെ എല്ലാം ഒരുമിപ്പിക്കാനും ഞങ്ങളെ ഒന്ന് എനർജൈസ് ചെയ്ത് നിർത്താനും അപ്പുറത്തൊരു ശത്രു ഉണ്ട്, അപ്പുറത്തൊരു എതിരാളിയുണ്ട്, അപ്പുറത്ത് നമ്മളെ തട്ടിക്കൊണ്ടു പോകാൻ ആരോ ഉണ്ട്. നിങ്ങളുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു, അതാണ് ലവ് ജിഹാദ്. നിങ്ങളുടെ സ്ഥലം തട്ടിക്കൊണ്ടു പോകുന്നു, അതാണ് ലാൻഡ് ജിഹാദ്. അവരുടെ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ കയറരുത്, അതാണ് തുപ്പൽ ജിഹാദ്. നമ്മുടെ ലതാ മങ്കേഷ്കർ മരിക്കുമ്പോൾ ഷാറൂഖ് ഖാൻ വന്ന് തുപ്പി, ദുവ ചെയ്തതാണ് തുപ്പി എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ ഹലാൽ ജിഹാദ് നടക്കുന്നു എന്ന് പറയുന്നത് മറുവശത്തൊരു ശത്രു ഉണ്ടെന്ന് കണ്ടാലേ ഞങ്ങളുടെ ആൾക്കാർക്ക് എനർജി ഉള്ളൂ. മറുവശത്ത് അപ്പുറത്ത് ആരോ ഇരുന്ന് നമ്മളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാലേ ആ എനർജി ഉള്ളൂ. ഇതാണ് ഇതിന്റെ കോറിൽ കിടക്കുന്നത്. ഇത്തരം പോയിന്റ് ഞങ്ങളുടെ ഇടയിലെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലുള്ള പ്രശ്നം, അത് ഹിന്ദു കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആണെങ്കിലും കോൺഗ്രസ് ഹിന്ദു ആണെങ്കിലും BJP ഹിന്ദു ആണെങ്കിലും, ഹിന്ദുക്കളുടെ വലിയ പ്രശ്നം ഞങ്ങളുടെ ഈ ഫിലോസഫികൾ വളരെ വേഗാണ്. അതുകൊണ്ട് ഒരുപാട് തെള്ളിനുള്ള പോസിബിലിറ്റി ഉണ്ട്. തെള്ളെന്ന് പറഞ്ഞാൽ എങ്ങനെ എന്തെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന പോസിബിലിറ്റി ഉണ്ട്. ഞാൻ തന്നെ ചില രീതികളിൽ ചില ആൾക്കാരോട് പറയാറുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയുണ്ട്, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയുണ്ട്, നമ്മൾ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച വേണോന്നൊക്കെ. അപ്പൊ ഇവരെന്ത് പറയുന്നറിയാമോ? ഈ തെള്ളുന്നവരെന്ത് പറയുന്നറിയാമോ? എന്നോട് ലൈവായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഈശ്വർ, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച രാവിലെയാണ് ദൈവത്തിനും സമൂഹത്തിനുമായി സമയം മാറ്റി വെക്കുന്നത്. മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ദൈവത്തിനും സമൂഹത്തിനുമായി സമയം മാറ്റി വെക്കുന്നത്. നമ്മൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിനും സമൂഹത്തിനുമായി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു സ്വാമിയോട് പറഞ്ഞു, സ്വാമി, ഈ തെള്ള് കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. ഈ തെള്ളെന്ന് പറഞ്ഞാൽ ചുമ്മാ ഡയലോഗാണ്. അതായത് പഞ്ച് ഡയലോഗ് അടിക്കുക, ഗും ഡയലോഗ് അടിക്കുക. ഈ ഡയലോഗാണ്